നമ്മൾ വീണ്ടും E60 ഹൈവേയിലെത്തി. നേരത്തെ നമ്മൾ കണ്ട ഒരു വിൻമില്ലൊക്കെ ഇല്ലേ, അത് ഇങ്ങനെ ദൂരെ കാണുന്നുണ്ട്. ഒരു നാടിൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് നല്ല മികച്ച നിലവാരത്തിലുള്ള റോഡുകളാണ്. പ്രത്യേകിച്ച് ടൂറിസവും ഒക്കെ പ്രധാന വരുമാന മാർഗമായിട്ട് യൂസ് ചെയ്യുന്ന രാജ്യങ്ങളിൽ റോഡ് എന്ന് പറഞ്ഞൊരു പ്രധാന ഘടകമാണ്. നമ്മൾ ഈ 5 ദിവസത്തെ ജോർജിയൻ യാത്രയിൽ റോഡിൻ്റെ കാര്യത്തിൽ നല്ല നിലവാരമുള്ള റോഡുകളാണ് ജോർജിയയിൽ മൊത്തത്തിലുള്ളത്. ആകെ നമുക്ക് കുറച്ച് മോശം റോഡ് കിട്ടിയെന്ന് പറഞ്ഞാൽ ഇന്നലത്തെ യാത്രയിൽ നമ്മൾ ചാവരിച്ചാമി എന്ന് പറയുന്ന ഒരു ഏരിയയിൽ പോകുമ്പോൾ തുടക്കത്തിൽ കുറച്ച് മോശമായിട്ടുള്ള റോഡുകൾ കിട്ടി. അത് പിന്നെ അധികം ടൂറിസ്റ്റ് ഒന്നും സഞ്ചരിക്കാത്തൊരു ഏരിയ ആയിരുന്നു. ആ ഒരു കാരണം കൊണ്ടായിരിക്കും അവിടെ കുറച്ച് മോശമായിട്ടുള്ള റോഡുകളായിരുന്നു. ബാക്കി നമ്മൾ ഈ 5 ദിവസം സഞ്ചരിച്ച എല്ലാ റോഡുകളും വളരെ നല്ല ക്വാളിറ്റിയുള്ള റോഡുകളായിരുന്നു. എനിക്ക് തോന്നുന്നു ഇവരുടെ ഗോതമ്പ് കൃഷിയും ചോള കൃഷിയും ഒക്കെ വളരെ സ്ട്രോങ് ആണെന്ന് തോന്നുന്നു. ഏകദേശം 3/4 ഭാഗവും 2 വശവും ഗോതമ്പ് പാടങ്ങളും അതുപോലെ ചോളം പാടങ്ങളുമാണ്. അപ്പോൾ ഇവരുടെ കൃഷി വളരെ സ്ട്രോങ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. നാസൂക്കി എന്നാണ് ഈ ഒരു ബ്രെഡിൻ്റെ പേര്, സ്വീറ്റ് ബ്രെഡിൻ്റെ പേര്. ഇത് കൈകൊണ്ടാണ് ഇവരുണ്ടാക്കുന്നത്. ഇവിടെ പ്രാദേശികമായിട്ട് കിട്ടുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ വെച്ചിട്ട് ഒരു സ്വീറ്റ് ബ്രെഡാണ്. 3 ലാറിയാണ് ഇതിൻ്റെ വില പറഞ്ഞത്. അപ്പോൾ ജോർജിയയിൽ ഇവിടെ മാത്രമാണ് ഈ നാസൂക്കി ബ്രെഡ് കിട്ടുന്നത്. ഒരു സ്പെഷ്യൽ ടേസ്റ്റുള്ള സ്പെഷ്യൽ ബ്രെഡ് എന്നാണ് പറഞ്ഞത്. നമുക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ഇവിടുത്തെ ലോക്കൽ ലേഡീസ് അവരുടെ വീടുകളിൽ ഉണ്ടാക്കുന്ന ഒരു ബ്രെഡ് എന്നാണ് പറഞ്ഞത്. എന്തായാലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. നമ്മൾ ഓരോ ടൗണിലെത്തുമ്പോഴും ഇതുപോലെയുള്ള ഏതെങ്കിലും പ്രോജക്റ്റുകളോ അല്ലെങ്കിൽ ഒരു റെയിൽവേ സ്റ്റേഷനൊക്കെ ഇങ്ങനെ അടഞ്ഞു കിടക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ ഗൈഡിനോട് ചോദിക്കും ഇതെന്താണ്, അല്ലെങ്കിൽ ഗൂഗിൾ നോക്കുമ്പോൾ മനസ്സിലാവുന്നതെന്ന് പറഞ്ഞാലും പണ്ട് സോവിയറ്റ് യൂണിയൻ്റെ കാലത്തുണ്ടായിരുന്ന ഏതെങ്കിലും ഫാക്ടറി അല്ലെങ്കിൽ ഏതെങ്കിലും പ്രോജക്റ്റുകൾ ഉപേക്ഷിച്ച നിലയിൽ കിടക്കുന്നതായിരിക്കും നമുക്ക് കാണാൻ പറ്റുന്നത്. അതിപ്പോൾ എല്ലാ ടൗണിലും ഇതുപോലെ 1-2 ഫാക്ടറികളും പ്രോജക്റ്റുകളും ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. നമ്മൾ സ്റ്റാലിൻ മ്യൂസിയത്തിൻ്റെ പുറത്തിറങ്ങുന്ന ഗേറ്റിനടുത്തുള്ള ഒരു ചെറിയ സുവനീർ ഷോപ്പാണ്. ഇതുപോലെയുള്ള കുറേ ഷോപ്പുകളുണ്ട് ഇവിടെ. ഇത് കണ്ട് ഇവിടെ സോവിയറ്റ് യൂണിയൻ്റെ കാലത്തുള്ള നാണയങ്ങൾ, അതുപോലെ സോവിയറ്റ് യൂണിയൻ കാലത്തുള്ള ബാഡ്ജുകൾ, പിന്നെ ഗോരിയുടെ മാഗ്നറ്റുകളുണ്ട്, സുവനീറുകളാണ്, ഇതൊക്കെ ഉണ്ട്. പാർക്കിൽ നിന്ന് വണ്ടി എടുത്തിട്ട് തിരിച്ച് നമ്മുടെ കുട്ടൈസിയിലോട്ടുള്ള യാത്ര കണ്ടിന്യൂ ചെയ്യാണ്. നമ്മുടെ ഇടതുവശത്ത് സ്റ്റാലിൻ പാർക്ക് കാണാം. അതുപോലെ നേരത്തെ നമ്മൾ കണ്ട ജോർജിയൻ ഫ്ലാഗും കാണാം. ഇനി ഇവിടെ നിന്ന് ഏകദേശം 200 കിലോമീറ്റർ യാത്ര ചെയ്താലാണ് നമ്മൾ കുട്ടൈസി എത്തുക. നമ്മൾ തിരിച്ച് വന്ന വഴിയില്ലേ, E60 എന്ന് പറയുന്ന ഒരു ഹൈവേ ഇല്ലേ, അങ്ങോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ട് സ്റ്റാലിൻ പാർക്കിൻ്റെ മറ്റൊരു വ്യൂ. അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു പാർക്കാണ്. ഇവിടെ റോഡിൻ്റെ 2 വശങ്ങളിലും മേപ്പിൾ മരങ്ങളുണ്ട് ഒരുപാട്. ഈ മേപ്പിൾ മരം എന്ന് പറഞ്ഞാൽ കനേഡിയൻ പതാകയിൽ കാണുന്ന ഒരു ഇലയുണ്ട്, അതാണ് ഈ മേപ്പിളിൻ്റെ ഇല. 4 സീസണുകളിലും 4 കളറുകളിലാണ് ഈ ഒരു മേപ്പിളിൻ്റെ ഇലകൾ കാണപ്പെടുന്നത്. നല്ല ഭംഗിയുള്ള ഇലകളാണ്. ഇതൊക്കെയാണ് ഗോരി പട്ടണത്തിലെ വീടുകൾ. മഞ്ഞിനെയും തണുപ്പിനെയൊക്കെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് അതിനനുസരിച്ചിട്ടുള്ള ഒരു രീതിയിലാണ് ഇവരുടെ ഈ കെട്ടിടങ്ങളൊക്കെ നിർമ്മിച്ചിരിക്കുന്നത്. ചരിഞ്ഞ മേൽക്കൂര, അങ്ങനെ ആ ടൈപ്പ് മേൽക്കൂരാണ് എല്ലാ വീടുകൾക്കും ഉള്ളത്. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിച്ചതെന്ന് പറഞ്ഞാൽ റോഡിനോട് വളരെ ചേർന്നിട്ടാണ് ഇവരുടെ വീടുകളൊക്കെ പണിതിരിക്കുന്നത്. അതിവിടെ മാത്രമല്ല, ജോർജിയയിൽ പൊതുവെ എവിടെ നോക്കിയാലും, നമുക്ക് ജോർജിയയിലും അതുപോലെ തന്നെ അർമേനിയയിലും എവിടെ നോക്കിയാലും റോഡിനോട് വളരെ ചേർന്നിട്ടാണ് കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നത്. നമ്മുടെ ഇടതുവശത്താണ് ഈ നോർത്തേൺ ജോർജിയ ഒക്കെ വരുന്നത്. കോക്കസസ് മലനിരകളൊക്കെ വരുന്നതിൻ്റെ ഇടതുവശത്താണ്. കോക്കസസ് മലനിരകളാണ് നമ്മൾ ദൂരെ കാണുന്നത്. ദൂരെ മലയുടെ മേളിലൊക്കെ ഗ്ലേഷ്യറൊക്കെ കാണുന്നുണ്ട്. പക്ഷേ വീഡിയോയിൽ അത് എത്രത്തോളം കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല. നമ്മൾ വീണ്ടും E60 ഹൈവേയിലെത്തി. നേരത്തെ നമ്മൾ കണ്ട ഒരു വിൻമില്ലൊക്കെ ഇല്ലേ, അത് ഇങ്ങനെ ദൂരെ കാണുന്നുണ്ട്. ദൂരെ ഒരു ടണൽ കാണുന്നുണ്ട്. ടണലിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നല്ല നീളമുള്ള ടണലാണ്. 2 ലൈൻ ഉണ്ടാകത്തു. നമ്മൾ യുഎയിലൊക്കെ കാണുന്ന പോലെ സിഗ്നലിങ്ങും ലൈനിങ്ങും ഒക്കെ വളരെ പ്രോപ്പറായിട്ടാണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ടണലിൻ്റെ പുറത്തെത്താറായി. നമ്മൾ ടണൽ ക്രോസ് ചെയ്ത് വന്നപ്പോൾ തറയിൻ്റെ കാഴ്ചകളൊക്കെ മാറി.
എനിക്ക് തോന്നുന്നു ഇവരുടെ ഗോതമ്പ് കൃഷിയും ചോള കൃഷിയും ഒക്കെ വളരെ സ്ട്രോങ് ആണെന്ന് തോന്നുന്നു. ഏകദേശം മുക്കാൽ ഭാഗവും രണ്ടു വശവും ഗോതമ്പ് പാടങ്ങളും അതുപോലെ ചോളം പാടങ്ങളുമാണ്. അപ്പോൾ ഇവരുടെ കൃഷി വളരെ സ്ട്രോങ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. സുറാമി ഫോറസ്റ്റ് കഴിഞ്ഞിട്ട് സുറാമി ചുരം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് സുറാമി ടൗണിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. സുറാമി എന്ന് പറയുന്ന ജോർജിയയിലെ കൃഷിയൊക്കെ കൂടുതലായിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ സുറാമി. നാസൂക്കി എന്നാണ് ഈ ഒരു ബ്രെഡിൻ്റെ പേര്, സ്വീറ്റ് ബ്രെഡിൻ്റെ പേര്. ഇത് കൈകൊണ്ടാണ് ഇവരുണ്ടാക്കുന്നത്. ഇവിടെ പ്രാദേശികമായിട്ട് കിട്ടുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ വെച്ചിട്ട് ഒരു സ്വീറ്റ് ബ്രെഡാണ്. 3 ലാറിയാണ് ഇതിൻ്റെ വില പറഞ്ഞത്. അപ്പോൾ ജോർജിയയിൽ ഇവിടെ മാത്രമാണ് ഈ നാസൂക്കി ബ്രെഡ് കിട്ടുന്നത്. ഒരു സ്പെഷ്യൽ ടേസ്റ്റുള്ള സ്പെഷ്യൽ ബ്രെഡ് എന്നാണ് പറഞ്ഞത്. നമുക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ഇവിടുത്തെ ലോക്കൽ ലേഡീസ് അവരുടെ വീടുകളിൽ ഉണ്ടാക്കുന്ന ഒരു ബ്രെഡ് എന്നാണ് പറഞ്ഞത്. എന്തായാലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ. ഒരു പുതിയ റോഡിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. സൈഡിലോട്ട് പോകുന്ന റോഡാണ്. ഇതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. After this tunnel, this is longest tunnel, West Georgia we will go. Okay. Between east and west. നമ്മളിപ്പോൾ ഈസ്റ്റേൺ ജോർജിയയിലാണുള്ളത്. ഇതൊരു ലോങ്ങസ്റ്റ് ടണലാണ്. ഈ ടണൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ 1750 meter. 1750 മീറ്ററുള്ള ഒരു ടണലാണ്. ഇപ്പോൾ നമ്മൾ ഷിദാകാർത്തി എന്ന് പറയുന്ന ഒരു പ്രോവിൻസിലാണ് ഉള്ളത്. ഈ ടണലിൻ്റെ മറ്റേ വശത്ത് എമിറാത്തി എന്ന് പറയുന്ന ഒരു പ്രോവിൻസാണ്. ഈ ടണൽ അറിയപ്പെടുന്ന ഒരു കൊത്തി ടണലാണ്. നമ്മൾ ആ ടണലിൻ്റെ പുറത്തിറങ്ങി നമ്മളിപ്പോൾ വെസ്റ്റ് ജോർജിയയിലെത്തി. രണ്ട് മലകളുടെ ഇടയിലാണ് ഈ ഒരു റോഡ് പോകുന്നത്. രണ്ട് വശത്തും വനമാണ്. നമ്മൾ ടണലിൽ നിന്ന് പുറത്തിറങ്ങി കുറച്ച് ദൂരം ട്രാവൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ ഒരു ചുരം ഇറങ്ങി താഴെ എത്തിയപ്പോൾ ടെറൈൻ്റെയൊക്കെ അവസ്ഥ മാറി. ഇവിടെ നല്ല മരങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. നമ്മുടെ ഇടതുവശത്തൊരു നദിയാണ്, വെള്ളമില്ല. അൽക്കോട്ടുലാറ് വരുന്നതാണ് ഇതിൻ്റെ പേര് ചോദിച്ചുകൊണ്ടാണ്. ഈ കുന്നുകളൊക്കെ ഇടിച്ചു നിരത്തിയിട്ട് നല്ല റോഡുകൾ പണിതുകൊണ്ടിരിക്കുകയാണ്. ഒരു നാടിൻ്റെ ഏറ്റവും വലിയ സമ്പത്തെന്ന് പറയുന്നത് നല്ല മികച്ച നിലവാരത്തിലുള്ള റോഡുകളാണ്. പ്രത്യേകിച്ച് ടൂറിസവും ഒക്കെ പ്രധാന വരുമാന മാർഗമായിട്ട് യൂസ് ചെയ്യുന്ന രാജ്യങ്ങളിൽ റോഡ് എന്ന് പറഞ്ഞൊരു പ്രധാന ഘടകമാണ്. അപ്പോൾ നമ്മൾ ഈ 5 ദിവസത്തെ ജോർജിയൻ യാത്രയിൽ റോഡിൻ്റെ കാര്യത്തിൽ നല്ല നിലവാരമുള്ള റോഡുകളാണ് ജോർജിയയിൽ മൊത്തത്തിലുള്ളത്. ആകെ നമുക്ക് കുറച്ച് മോശം റോഡ് കിട്ടിയെന്ന് പറഞ്ഞാൽ ഇന്നലത്തെ യാത്രയിൽ നമ്മൾ ചാവരിച്ചാമി എന്ന് പറയുന്ന ഒരു ഏരിയയിൽ പോകുമ്പോൾ തുടക്കത്തിൽ കുറച്ച് മോശമായിട്ടുള്ള റോഡുകൾ കിട്ടി. അത് പിന്നെ അധികം ടൂറിസ്റ്റ് ഒന്നും സഞ്ചരിക്കാത്തൊരു ഏരിയ ആയിരുന്നു. ആ ഒരു കാരണം കൊണ്ടായിരിക്കും അവിടെ കുറച്ച് മോശമായിട്ടുള്ള റോഡുകളായിരുന്നു. ബാക്കി നമ്മൾ ഈ 5 ദിവസം സഞ്ചരിച്ച എല്ലാ റോഡുകളും വളരെ നല്ല ക്വാളിറ്റിയുള്ള റോഡുകളായിരുന്നു. ഇപ്പോൾ കുറച്ച് വീടുകളൊക്കെ കാണാൻ തുടങ്ങി. റോഡിൻ്റെ പണിയൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. ഇത് ടിബിലിസി സെനാക്കി ലെസ്ലിഡ്സ് ഹൈവേ എന്നാണ് ഈ ഒരു ഹൈവേക്ക് പറയുന്നത്. അതായത് E60 തന്നെയാണ്. നമ്മൾ ടിബിലിസിൽ നിന്ന് തുടങ്ങുമ്പോൾ തന്നെ ഈ ഒരു E60 ഹൈവേ വഴിയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കുറച്ച് വീടുകളൊക്കെ കാണാൻ തുടങ്ങി. KV എന്നാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് ഗൈഡ് പറഞ്ഞത്. നമ്മൾ ഒരു സ്കൂളും ചർച്ചും ഒക്കെ കാണുന്നുണ്ട്. ഇവിടെ എത്തിയപ്പോൾ അത്യാവശ്യം തിരക്കുള്ള ഒരു ഗ്രാമമായി. പല തരത്തിലുള്ള കൃഷികളൊക്കെ കാണുന്നു. പ്രധാനമായിട്ടും മുന്തിരി കൃഷി, അങ്ങനെ പല കാര്യങ്ങളും കാണുന്നു. വെഡ്വിച്ചാല എന്നാണ് ഈ ഒരു ഗ്രാമത്തിൻ്റെ പേര്. ജോർജിയയിലെ കളിമൺ പാത്ര നിർമ്മാണത്തിനൊക്കെ പേര് കേട്ട ഒരു ഗ്രാമമാണ് ഈ വെർട്വിച്ചാല. ഈ ഗ്രാമത്തിൽ ഒരു നദിയുണ്ട്, സിറൂല എന്നാണ് ആ ഒരു നദിയുടെ പേര്. അപ്പോൾ ആ നദിയിൽ നിന്ന് കിട്ടുന്ന ഒരു പ്രത്യേക രീതിയിലുള്ള മണ്ണ് ഉപയോഗിച്ചിട്ടാണ് പ്രധാനമായിട്ടും ഇവിടെ ഒരു കളിമൺ പാത്രങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. റോഡിൻ്റെ വശങ്ങളിലൊക്കെ ചെറിയ ചെറിയ കടകൾ കാണുന്നു. മെയിനായിട്ട് പഴങ്ങളും പച്ചക്കറികളും ഒക്കെയാണ് കാണുന്നത്.
ഈ സിരൂല നദി ഇപ്പോഴും നമ്മുടെ ഇടതുവശത്തൂടെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും. അതുപോലെ കിലോമീറ്ററുകൾക്ക് മുമ്പ് നമ്മൾ ആ ടണലിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് കണ്ടു തുടങ്ങിയ റോഡ് പണി ഇപ്പോൾ ഇങ്ങനെ തീർന്നിട്ടില്ല. അതും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. റിക്കോത്തി ടണൽ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏകദേശം 15-20-25 കിലോമീറ്റർ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ പണി ഇപ്പോൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു പുതിയ റോഡ് പണിയുന്നതാണ്, അതായത് ഇപ്പോൾ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന റോഡിൻ്റെ പാരലായിട്ട് വേറൊരു പുതിയ റോഡ് വരുന്നുണ്ട്. അതിൻ്റെ പണിയാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു റോഡിൻ്റെ പണി കഴിയുമ്പോൾ ബത്തൂമിക്ക് പോകുന്ന സമയത്ത് 2 മണിക്കൂറോളം ലാഭിക്കാൻ പറ്റുമെന്നാണ് അവർ പറയുന്നത്. ഇതിവിടെയുള്ളൊരു ബസ് സ്റ്റോപ്പാണ്. ഈ ഭാഗത്ത് മൺകലങ്ങളുടെ കടകളൊക്കെ ഒരുപാട് കാണുന്നുണ്ട്. കഴിഞ്ഞ ഗ്രാമം കളിമൺ പാത്രങ്ങൾക്കായിരുന്നു പേര് കേട്ടത്, മക്കത്തുബാനി. ഈ ഗ്രാമത്തിൻ്റെ പേര് മക്കത്തുബാനി എന്നാണ്. ഈ ഗ്രാമം മൺപാത്രങ്ങൾക്ക് പേര് കേട്ടതാണ് എന്നാണ് ഗൈഡ് പറഞ്ഞത്. നമ്മൾ ഇപ്പോൾ ഈ ട്രാവൽ ചെയ്യുന്ന ഈ റോഡിൽ ഇപ്പോൾ 1-2 മാസം കൊണ്ട് പുതിയ റോഡായിരിക്കും ഇനി അങ്ങോട്ട് യൂസ് ചെയ്യുക. അപ്പോൾ പുതിയ റോഡ് വരുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഇതുപോലെയുള്ള ഈ ഗ്രാമീണമായിട്ട് ടച്ചുള്ള കാഴ്ചകളൊക്കെ എത്രത്തോളം കാണാൻ പറ്റുമെന്നറിയില്ല. നമ്മളിപ്പോൾ സെസ്റ്റാഫോണി എന്ന് പറയുന്ന ഒരു ഏരിയയിലെത്തി. ഇനി ഏകദേശം 100 കിലോമീറ്റർ യാത്രയുണ്ട് നമുക്ക് ജികൈഷിയിലെത്താൻ വേണ്ടിയിട്ട്. അങ്ങനെയാണ് ഗൂഗിൾ മാപ്സ് പറയുന്നത്. ഏകദേശം 1.5 മണിക്കൂർ പറയുന്നത്. ഈ അടുത്ത ടൗൺ എന്ന് പറഞ്ഞാൽ സെസ്താഫോണിയാണ്. ഇവിടെ നിന്നൊരു 15 മിനിറ്റ് യാത്ര ചെയ്താലാണ് നമ്മൾ സെസ്താഫോണിയിലെത്തുന്നത്. അപ്പോൾ കുട്ടൈസി എത്തുന്നതിന് മുമ്പുള്ള വലിയൊരു ടൗണാണ് സെസ്താഫോണി. ഇപ്പോൾ സമയം 12:30 2 മണിക്ക് നമ്മൾ കുട്ടൈസി എത്തുമെന്ന് തോന്നുന്നു. നമ്മൾ വീണ്ടും ഒരു ഫോറസ്റ്റിൻ്റെ രീതിയിലുള്ള ഒരു ടെറൈനിൽ കൂടെയാണ് ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. വീണ്ടും ഈ മൺകലങ്ങളും പാത്രങ്ങളും കളിമൺ ഉൽപ്പന്നങ്ങളും ഒക്കെ ഉള്ളൊരു മാർക്കറ്റ്. ഇപ്പോൾ സെസ്താഫോണി എത്താറായപ്പോഴത്തേക്ക് റോഡിൻ്റെ സൈഡിലൊക്കെ ചെറുതും വലുതുമായിട്ടുള്ള കടകളൊക്കെ ഒരുപാട് കാണാം. അതുപോലെ ഈ കരകൗശല വസ്തുക്കളുടെ ഷോപ്പുകൾ ഒരുപാട് കാണുന്നുണ്ട്. സിരൂല റിവർ ഇപ്പോഴും നമ്മുടെ ഇടതുവശത്തുണ്ട്. ഇവിടെയും കുറേ മൺപാത്രക്കടകൾ. നദി ഇപ്പോൾ നമ്മുടെ വലതുവശത്തായി. നല്ല പൊക്കമുള്ള പൈൻ മരങ്ങളാണ്. നമ്മളിപ്പോൾ സെസ്താഫോണി ടൗണിലെത്തി. ഇവിടെ നമുക്ക് ലഞ്ച് കഴിക്കണം. ഇപ്പോൾ തന്നെ സമയം ഏകദേശം 1 മണി ആയി. നമുക്ക് ഫുഡ് എന്തെങ്കിലും കഴിച്ചിട്ട് നമ്മുടെ ട്രിപ്പ് കണ്ടിന്യൂ ചെയ്യാൻ വിചാരിക്കും. ഇവിടെ നിന്ന് 65 കിലോമീറ്ററാണ് നമുക്ക് ജികൈഷിയിലെത്താൻ വേണ്ടിയിട്ട് ബാക്കിയുള്ളത്. ഇവിടെ നിന്ന് 1 മണിക്കൂർ കൊണ്ട് ലഞ്ച് കഴിഞ്ഞ് സ്റ്റാർട്ട് ചെയ്താൽ നമുക്ക് 1 മണിക്കൂർ കൊണ്ട് എത്താമെന്ന് വിചാരിക്കും. സെസ്താഫോണി പോലീസ് സ്റ്റേഷൻ്റെ മുമ്പിലുള്ള ഒരു ചെറിയൊരു റെസ്റ്റോറൻ്റാണ്. ജോർജിയൻ ലോക്കൽ ഡിഷസ് കിട്ടുന്ന ഒരു ചെറിയൊരു റെസ്റ്റോറൻ്റാണ്. ഈ കാണുന്നതാണ് പോലീസ് സ്റ്റേഷൻ. This is also khachapuri, but this is Pinuan. Okay. Different region, different style making. Okay. Sometimes not often. സെസ്താഫോണി ടൗണിലെ ട്രാഫിക്കാണ്. നമുക്ക് ഗൂഗിൾ നോക്കിയപ്പോൾ മനസ്സിലായത് സോവിയറ്റ് യൂണിയൻ്റെ കാലത്ത് സെസ്താഫോണിയിൽ ഒരു മാംഗനീസ് നിർമ്മാണ ഫാക്ടറി ഉണ്ടായിരുന്നു. ഈ കാണുന്ന കെട്ടിടങ്ങളൊക്കെ ആ ഒരു ഫാക്ടറിയുടെ ഭാഗമായിട്ടുള്ള റെയിൽ നെറ്റ്വർക്കിൻ്റെ ഭാഗമായിരുന്നു. സോവിയറ്റ് യൂണിയന് ശേഷം പിന്നെ ഇത് പ്രവർത്തിക്കാതായി. ഇപ്പോൾ ഇത് വെറുതെ അടഞ്ഞു കിടക്കുകയാണ്. കുറേ വാഹനങ്ങളും കെട്ടിടങ്ങളും ഒക്കെ ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ മാംഗനീസ് ഫാക്ടറിയുടെ തന്നെ കെട്ടിടങ്ങളും ഫാക്ടറിയും ഒക്കെയാണ് ഈ കാണുന്നത്.
നമ്മൾ അർമേനിയയിൽ ഇതുപോലെയുള്ള ഒരുപാട് സോവിയറ്റ് യൂണിയൻ്റെ കാലത്തുണ്ടായിരുന്നിട്ട് പിന്നെ പൂട്ടിപ്പോയ കുറേ പ്രോജക്റ്റുകൾ നമ്മളിങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ കെട്ടിടങ്ങളൊക്കെ ഇങ്ങനെ വെറുതെ കിടന്ന് നശിച്ചു പോവാണ്. ഇത് ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള രീതിയിലുള്ള എന്തെങ്കിലും പ്രോജക്റ്റുകളായിട്ട് എന്തെങ്കിലും മാറ്റി എടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റാവുന്ന തരത്തിലുള്ള ഒരുപാട് കെട്ടിടങ്ങളും ഫാക്ടറികളും ഒക്കെ ഇങ്ങനെ വെറുതെ അടഞ്ഞു കിടപ്പുണ്ട്. നമ്മൾ ഓരോ ടൗണിലെത്തുമ്പോഴും ഇതുപോലെയുള്ള ഏതെങ്കിലും പ്രോജക്റ്റുകളോ അല്ലെങ്കിൽ ഒരു റെയിൽവേ സ്റ്റേഷനൊക്കെ ഇങ്ങനെ അടഞ്ഞു കിടക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ ഗൈഡിനോട് ചോദിക്കുന്നത് എന്താണ്, അല്ലെങ്കിൽ ഗൂഗിൾ നോക്കുമ്പോൾ മനസ്സിലാവുന്നതെന്ന് പറഞ്ഞാൽ പണ്ട് സോവിയറ്റ് യൂണിയൻ്റെ കാലത്തുണ്ടായിരുന്ന ഏതെങ്കിലും ഫാക്ടറി അല്ലെങ്കിൽ ഏതെങ്കിലും പ്രോജക്റ്റുകൾ ഉപേക്ഷിച്ച നിലയിൽ കിടക്കുന്നതായിരിക്കും നമുക്ക് കാണാൻ പറ്റുന്നത്. അതിപ്പോൾ എല്ലാ ടൗണിലും ഇതുപോലെ 1-2 ഫാക്ടറികളും പ്രോജക്റ്റുകളും ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. നമ്മൾ കുട്ടൈസി എത്തി. ഈ റോഡ് സിറ്റിയുടെ പുറത്തുകൂടെയാണ് പോകുന്നത്. നമുക്ക് പോകേണ്ട സ്ഥലത്തിൻ്റെ പേര് ദിദിജിഗേഷി എന്നാണ്. ആ ഒരു വില്ലേജ് എന്ന് പറഞ്ഞാൽ കുട്ടൈസി എയർപോർട്ടിനടുത്താണ്. നമ്മൾ ഏകദേശം എത്താറായി. ദൂരെ കാണുന്നതാണ് ആ എയർപോർട്ടിൻ്റെ ടവറൊക്കെ ഇപ്പം കാണുന്നുണ്ട്. കുട്ടൈസി ടൗണിൽ നിന്ന് കുറച്ച് ദൂരെയാണ് നമ്മുടെ ഹോം സ്റ്റേ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദിദിജിഗേഷി ഗ്രാമം എന്ന് പറഞ്ഞാൽ ഏകദേശം എയർപോർട്ടിൽ നിന്നൊരു 5 കിലോമീറ്റർ ദൂരെയാണ്. ഗൂഗിൾ മാപ്സ് ശരിക്കും വർക്കാവില്ല. അതുകൊണ്ട് നമ്മുടെ ഹോം സ്റ്റേയിലുള്ള ആൾക്കാർ വഴിയിൽ കാത്തു നിൽക്കാമെന്ന് പറഞ്ഞൊരു സ്ഥലത്ത്, അത് നമ്മുടെ ഗൈഡിനറിയാം എവിടെയാണ് അവർ നിൽക്കുന്നതെന്ന്. അവരുടെ കൂടെ അവരെ ഫോളോ ചെയ്തിട്ട് പോകാമെന്നുള്ള പ്ലാനിലാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് അവർ തോന്നുന്നു. അതെ, നമ്മൾ ഈ വണ്ടിയെ ഫോളോ ചെയ്ത് പോയാൽ മതി എന്നാണ് പറഞ്ഞത്. നമ്മൾ ഹോം സ്റ്റേയുടെ ആൾക്കാരുടെ വണ്ടിയുടെ പുറകിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. My wife knows. Saying, finally we reached. Now it is showing correct. You can trust something. You can trust. ഇറക്കാൻ വേണ്ടി പുള്ളി നമ്മളെ ഡ്രോപ്പ് ചെയ്തിട്ട് തിരിച്ചു പോവാണ്. താങ്ക് യു okay, thank you. Goodbye. Sorry, I need to run. ഓക്കെ. അങ്ങനെ നമ്മൾ ദിദിജിഗേഷിയിലെ ഹോം സ്റ്റേയിലെത്തി. ഇതാണ് നമ്മൾ താമസിക്കുന്ന ഹോം സ്റ്റേ. ഇതിനകത്ത് 4 റൂമുണ്ട്. അതുപോലെ ഹോം സ്റ്റേ നടത്തുന്ന ആൾക്കാർ താമസിക്കുന്ന വീടാണ് ഈ കാണുന്നത്. ഇത് തണുപ്പ് കാലത്ത് താമസിക്കാനുള്ള വീടും ഇത് ചൂട് കാലത്ത് താമസിക്കാനുള്ള വീടുമാണ്.